ജിതിൻ ദേവ്, ഇന്ന് നടന്നിരിക്കുന്ന സംഗമം അതിൽ ഇന്നലെ സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തെക്കാൾ ആളുകൾ എത്തി എന്നുള്ള അവകാശവാദമാണോ നിങ്ങൾ നടത്തുന്നത്? ആളുടെ എണ്ണമാണോ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധിയാണോ ആളുകൾ വിലയിരുത്തുക? ആളെണ്ണത്തിലല്ല ഇന്ന് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തെ വിലയിരുത്തേണ്ടത്. ആ സംഗമത്തിൽ പങ്കെടുത്തിരിക്കുന്നതിൽ 101% വിശ്വാസികളാണ്. അത് വിശ്വാസികളുടെ സംഗമം എന്നുള്ള തരത്തിലാണ് ആ സംഗമത്തെ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത്. അവിടെ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർ എല്ലാം തന്നെ അയ്യപ്പ വിശ്വാസികളാണ്. നോക്കൂ, അവിടെ പങ്കെടുത്തിരിക്കുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ചാൽ വിവിധ സന്യാസി മഠങ്ങളുണ്ട്, പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധികളുണ്ട്, തന്ത്രി കുടുംബത്തിന്റെ പ്രതിനിധികളുണ്ട്, സാധാരണക്കാരിൽ സാധാരണക്കാരായ വിശ്വാസികളുണ്ട്. ഒരു വീൽ ചെയറിൽ എത്തിയ ഒരു അമ്മയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു അയ്യപ്പ വിശ്വാസികളുടെ ഒരു സാമൂഹിക പരിച്ഛേദമായിട്ടാണ് ഇന്നത്തെ ശബരിമല സംരക്ഷണ സംഗമം മാറിയിരിക്കുന്നത്. അവിടെ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നു. ആ സെമിനാറുകളുടെ ആകത്തുക അതൊരു റിപ്പോർട്ടായിട്ട് ദേവസ്വം ബോർഡിന് കൈമാറുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ അറിയിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ഒരു നിവേദനം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് ആ വേദിയിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഗമം ശബരിമലയുടെ വികസനത്തിനും ശബരിമലയുടെ ആചാര സംരക്ഷണത്തിനും കാരണമാകുന്ന തരത്തിലുള്ള ഒരു വലിയ വിശ്വാസ സംഗമമായി ചരിത്രം വിലയിരുത്തുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അവിടെ നടന്ന വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അതിനെ പറ്റിയിട്ടൊക്കെ വലിയ വിശദമായ ചർച്ച ആവശ്യമുള്ള മേഖലയാണ്. അതൊരു രാഷ്ട്രീയ പ്രതിനിധി പറയേണ്ട മറുപടിയല്ല അവിടെ നടന്ന കാര്യങ്ങളൊക്കെ. അത് മുൻകാലത്തുള്ള പൂർവികരെയും ഗുരുക്കന്മാരെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു സ്വാമി സംസാരിച്ചത്. അതിനൊക്കെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് രാഷ്ട്രീയ നേതൃത്വമല്ല. അതൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഇപ്പോൾ അതിനെ കമന്റ് ചെയ്യാൻ ഞാൻ ആളല്ല. അല്ല, സ്വാമിമാർ മാത്രമല്ലല്ലോ അവിടെ സംസാരിച്ചത്, വേറെയും നേതാക്കൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. അണ്ണാമലയെ സംസാരിച്ചു, ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അത് തന്നെ അണ്ണാമലൈ സംസാരിച്ചു. അങ്ങേക്ക് എന്താണ് അറിയേണ്ടുന്നത്? നോക്കൂ, അണ്ണാമലൈ പറഞ്ഞത് അതെ, തേജസ്വി സൂര്യ സംസാരിച്ചു. അണ്ണാമലയുടെ സംസാരത്തിലും തേജസ്വി സൂര്യയുടെ സംസാരത്തിലും കമ്മ്യൂണിസ്റ്റുകൾ ഇത്തരത്തിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് സംഗമം സംഘടിപ്പിക്കുന്നതിനുള്ള ആ ധാർമ്മികതയും അതിനകത്തുള്ള കാര്യങ്ങളും വസ്തുതകളെയുമാണ് ചോദ്യം ചെയ്തത്. നോക്കൂ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോമഡിയായി വൈരുദ്ധാത്മിക ഭൗതികവാദം മാറി. അതിന് കാരണക്കാർ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അത് കാലങ്ങളായിട്ട് ഈ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് തന്നെ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റുകൾ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ തന്നെ അതൊരു വലിയ കോമഡിയാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ വൈരുദ്ധാത്മിക ഭൗതികവാദത്തിന് പകരം വോട്ട് ബാങ്ക് ഭൗതികവാദമായിട്ട് അവരുടെ ആശയങ്ങളെയും അവരുടെ ആദർശങ്ങളെയും അവരുടെ തത്വസംഹിതകളെയും മാറ്റി എഴുതാൻ തയ്യാറായത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വമാണ്. അവിടെ അയ്യപ്പ വിശ്വാസിയാണോ പിണറായി വിജയൻ എന്നുള്ള ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി പറയാൻ പോലും സാധിക്കാതെ ഉരുട്ടിപ്പരട്ടുകയാണ് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും അതേപോലെ തന്നെ CPM-ന്റെ പ്രതിനിധികളും. നോക്കൂ, ഇന്നത്തെ ഈ ചർച്ചയിൽ പോലും CPM-ന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പോ വൈരുദ്ധാത്മിക ഭൗതികവാദത്തെ കോമഡിയാക്കി മാറ്റിയത് ഞങ്ങളാരുമല്ല. ആ വൈരുദ്ധാത്മിക ഭൗതികവാദത്തിന്റെ അതിന്റെ വിരുദ്ധത തുറന്നു കാണിക്കാൻ കോമഡിയായോ ട്രാജഡിയായോ അതോ ഗൗരവത്തിൽ തന്നെ അതിനൊപ്പം പോവുകയാണോ എന്നുള്ളത് അവരുടെ അകത്ത പ്രശ്നമാണല്ലോ. നിങ്ങൾക്ക് എന്താണ് അത് പ്രശ്നമാകുന്നത്? നിങ്ങൾ ഈ മുഴുവൻ ഹിന്ദുക്കളുടെയും അട്ടിപ്പേരവകാശം എടുക്കാൻ നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ എന്താണ് ഈ അട്ടിപ്പേർ അവകാശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈരുദ്ധാത്മിക തകർക്കാൻ ശ്രമിക്കുന്നു എന്നല്ലേ ഇപ്പോൾ സംഗമത്തിൽ പറഞ്ഞത്? ശബരിമലയെ ആരാണ് തകർക്കാൻ ശ്രമിക്കുന്നത്? എന്ത് വർത്തമാനമാണ് അവിടെ നടന്നത്? ശബരിമലയെ ആരാണ് ഇവിടെ തകർക്കാൻ ശ്രമിക്കുന്നത്? ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചത് ആരാണെന്നുള്ളതിൽ അങ്ങേക്ക് സംശയമുണ്ടോ? 2019 ജനുവരി മാസം 2-ാം തീയതി ഒരു വിധിയുടെ മറവിൽ അവിടെ സുപ്രീം കോടതിയാണോ ശബരിമല തകർക്കാൻ ഉത്തരവിട്ടത്? സുപ്രീം കോടതിയിൽ നിന്ന് എന്തെല്ലാം വിധികൾ വന്നിട്ടുണ്ട് ഈ നാട്ടില്? ഇങ്ങനെയൊക്കെയാണോ സുപ്രീം കോടതി വിധി മറികടക്കാൻ ശ്രമിച്ചിട്ടുള്ളത്? സുപ്രീം കോടതി അല്ല. അപ്പോ ഒരു വിധിയുടെ മറവിൽ നടപ്പാക്കരുത് എന്നതാണോ BJP ഒരു വിധിയുടെ സുപ്രീം കോടതി വിധി നടപ്പാക്കണോ നടപ്പാക്കണ്ടായോ എന്ന് തീരുമാനിക്കുവാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ ഒരു ധൃതി കാണിക്കേണ്ടുന്ന സർക്കാർ ഉണ്ടായതാണ് ഒരു വിധിയുടെ മറവിൽ എന്നുള്ളതാണ് ഞങ്ങളുടെ ആശയം എന്നാണ് നേരത്തെ RSS പ്രതികരിച്ചത്. പിന്നെയാണല്ലോ നിങ്ങൾക്ക് ഇത് സുവർണാവസരമായി കണ്ടത്. ഞങ്ങൾ സുവർണാവസരമായി കണ്ടില്ല. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം നിൽക്കാൻ തയ്യാറായി.
അതാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത്. വിശ്വാസികൾക്കൊപ്പം ഞങ്ങൾ നിൽക്കാൻ തയ്യാറായി. പക്ഷേ ആ വിശ്വാസികളെയും വിശ്വാസ സംഹിതകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാൻ ശ്രമിച്ചവർ ഇന്ന് ഒരു കപട സംഗമവുമായിട്ട് ഇറങ്ങിയ വിശ്വാസികൾ കയ്യിലെടുക്കുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ശ്രീ ജിതിൻ ദേവ്, അങ്ങ് പറഞ്ഞ ഈ സമുദായ സംഘടനകളുടെ മുഴുവൻ പ്രതിനിധികളും എല്ലാ സമുദായങ്ങളിലെയും പ്രതിനിധികൾ വന്നിരുന്നല്ലോ കപട സംഗമമാണെങ്കിൽ. ഇവിടെ ആരും പങ്കെടുത്തില്ലേ? ഇവിടെ പങ്കെടുത്തോ എന്നുള്ളതല്ല, നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ അല്ലല്ല പറയട്ടെ. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭക്തർ വന്നിട്ടില്ല, കപട ഭക്തരാണ് എന്ന് പറയുമ്പോൾ അവിടെ വന്നിരിക്കുന്ന സമുദായ നേതാക്കളെയും ഈ കപട ഭക്തരുടെ കൂട്ടത്തിലാണോ നിങ്ങൾ പെടുത്തുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, മുൻ സിമി നേതാവ് KT ജലീൽ ഭക്തനാണോ? മുൻ സിമി നേതാവ് എന്നുള്ളതാണോ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ യോഗ്യത? നിങ്ങൾ എന്താണ് ആളുകളെ കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുന്നത്? അല്ലല്ല, ഇത്രയും ആളുകൾ പങ്കെടുത്തതിൽ നിന്ന് താങ്കൾ ജലീലിനെ തെരഞ്ഞെടുത്തതിന് കാരണം എന്താണ്? കാരണം അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് അല്ലേ? നിങ്ങളുടെ ഉള്ളിലാണ് പുറത്തു വരുന്നത്. അല്ലല്ല ജിതിൻ ദേവ്, അങ്ങേക്കിപ്പോൾ ആദ്യം വന്നത് അവധിയിൽ പങ്കെടുത്ത ആളുകളിൽ ഇത്രയും ആളുകൾ പങ്കെടുത്തത് ഇതാണ് നിങ്ങളുടെ ദുഷ്ടലാക്ക്. ഇതാണ്. നിങ്ങളുടെ കണ്ണ് അങ്ങനെയേ പോകൂ. അതുകൊണ്ടാണല്ലോ വാവരെ കുറിച്ച് പറഞ്ഞത്. വാവർ തീവ്രവാദിയാണെന്ന പ്രസംഗം നിങ്ങളുടെ സംഗമത്തിൽ ആര് നടത്തി? നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവന്നിരുന്ന, നിങ്ങൾ സ്വാമി എന്ന് പറയുന്ന ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞില്ലേ, ശാന്താനന്ദമ മഹർഷി, അദ്ദേഹം എന്താണ് പറഞ്ഞത്? വാവർ തീവ്രവാദിയാണ്. ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളുകളെയാണോ നിങ്ങൾ ഈ ശബരിമല സംരക്ഷിക്കാൻ കൊണ്ടുവരുന്നത്? ശബരിമല എന്ന് പറയുന്നത് എല്ലാം കൂടി ചേർന്നാണല്ലോ, വാവരും കൂടി ചേർന്നാണല്ലോ. അല്ല, അങ്ങയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? അങ്ങേക്ക് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങയുടെ പ്രശ്നം അസഹിഷ്ണുതയാണ്. അത് മറ്റാരോടുമല്ല, BJPയോടും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ്. അത് അങ്ങേക്ക് അത് പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ സാധിക്കില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. അല്ലാതെ അങ്ങയുടെ രാഷ്ട്രീയ നിലപാടുകളൊന്നും അല്ല. അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ വ്യക്തിപരമായ രാഷ്ട്രീയമോ രാഷ്ട്രീയമില്ലായ്മയോ അല്ലല്ലോ വിഷയം. അങ്ങയോട് ചോദ്യമാണ് ചോദിക്കുന്നത്. ശബരിമലയെ തകർക്കാൻ എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം അങ്ങ് പറഞ്ഞു. അങ്ങേക്ക് സമയം തരും. അങ്ങ് ഒറ്റ കാര്യം പറയേണ്ടത്, ഈ ശാന്താനന്ദ മഹർഷി എന്ന് പറയുന്ന, നിങ്ങൾ മഹർഷിയായി കൊണ്ടുവന്നിരിക്കുന്ന ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ബാബർ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രസംഗം നിങ്ങൾ ഈ ശബരിമല സംരക്ഷണ പരിപാടിയായിട്ട് നടത്തുന്ന പരിപാടിയിൽ നടത്തേണ്ട പ്രസംഗമാണോ? അതോ നിങ്ങളുടെ ഉദ്ദേശത്തിന് വിരുദ്ധമായ ഒരു പ്രസംഗമാണോ അത്? അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയൂ. അല്ല, അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, ആ സംഗമം ഇന്ന് അവിടെ സംഘടിപ്പിച്ചത് ശബരിമല കർമ്മസമിതിയാണ്. അതിൽ പങ്കെടുക്കേണ്ടുന്ന വിശിഷ്ടാതിഥികളെ ക്ഷണിച്ചത് ശബരിമല കർമ്മസമിതിയുടെ ചുമതലപ്പെട്ട ആൾക്കാരാണ്. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം അവിടെ പോയി സദസ്സിലിരുന്നു. അവിടെ കേന്ദ്ര ഗവൺമെന്റിന് പ്രധാനമന്ത്രിക്ക് കൊടുക്കേണ്ട ഒരു നിവേദനം അദ്ദേഹത്തിന് കൈമാറി. അദ്ദേഹം ആ നിവേദനം വാങ്ങി. പിന്നെ അങ്ങ് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ ആ പ്രസംഗം മുഴുവനായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടിയ അറിവുകൾ വെച്ചിട്ടാണെങ്കിൽ അവിടെ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. വാവര് അവിടെ ശബരിമലയെ തകർക്കുവാനായിട്ട് വന്ന ആളാണെന്നും അവിടെ ആരാധിക്കേണ്ടുന്നത് വാപുരസ്വാമിയെയാണെന്നും അദ്ദേഹം ശിവന്റെ പ്രതിനിധിയാണെന്നും ശിവന്റെ ഭൂതഗണങ്ങളിലാണെന്നും അയ്യപ്പന് കൂട്ടായി വന്നതൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതിനെപ്പറ്റി വ്യക്തമായ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ അങ്ങ് ചെയ്യേണ്ടിയിരുന്നത്, അങ്ങ് വിളിച്ചിരുന്നെങ്കിൽ വന്നേനെ ഹിന്ദു ഐക്യവേദിയുടെയോ ക്ഷേത്ര സമിതിയുടെയോ ഏതെങ്കിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരാളെ വിളിച്ചിരുത്തിയിട്ട് അല്ലെങ്കിൽ മാത്രമാണോ പരിപാടിയുടെ? ആര്? അങ്ങ് പരിപാടിയുടെ കാഴ്ചക്കാരൻ മാത്രമാണോ? ഞങ്ങൾ വിശ്വാസികളാണ്. അങ്ങനെ ഒരു സംഗമം, ഈ കാണിക്കുന്ന രാഷ്ട്രീയ ഇരട്ടത്താപ്പ്, രാഷ്ട്രീയ അവസരവാദത്തിന് വേണ്ടിയിട്ട് ശ്രീമാൻ പിണറായി വിജയൻ സംഘടിപ്പിച്ച ആ രാഷ്ട്രീയ ഇരട്ടത്താപ്പിനെതിരെ ഭക്തജനങ്ങൾ സംഘടിപ്പിച്ച ആ വിശ്വാസ സംഗമത്തെ, ശബരിമല സംരക്ഷണ സംഗമത്തെ പിന്തുണയ്ക്കുന്ന ഒരു അയ്യപ്പ വിശ്വാസിയാണ് ഞാൻ. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ജിതിൻ ദേവ്, ഈ പറയുന്ന ഈ കപട സംഗമത്തിൽ എന്നെ കൂടെ വിളിക്കാതിരുന്നത് എന്താ എന്നതിനാണ് നിങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞതെന്നല്ലേ? എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഞാൻ പറയാം. ഈ ചോദ്യങ്ങൾ ചോദിക്കൂ, അതിന് ഉത്തരം ഞാൻ പറയാം. ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്താണ് പറഞ്ഞത്? ചോദിച്ചോളൂ. അയ്യപ്പ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പോകുന്നത് വെറുതെ അല്ല.
എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ 2018 മുതൽ ഈ ശബരിമലയെ തകർക്കുവാനായിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അവിടെ പോയി സംസാരിക്കും. അത് ഞാൻ തുറന്നു പറയും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു വേദിയാക്കി ഞാൻ അതിനെ മാറ്റും. അങ്ങേക്ക് നിങ്ങളുടെ PCR ടീമിന്റെ അടുത്ത് ആർക്കീവ്സ് പരിശോധിക്കാൻ പറഞ്ഞാൽ അങ്ങേക്ക് ആ അദ്ദേഹത്തിന്റെ BJP ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ക്ലിപ്പിംഗ്സ് അങ്ങേക്ക് കിട്ടും. അദ്ദേഹം അന്നും ഇന്നും പറഞ്ഞത് ഒന്നിനെയും കണ്ണടച്ചു തീർക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല, പക്ഷേ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇരട്ടത്താപ്പുമായി അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഡെങ്കു ഒന്ന് മലേറി ഇന്നലത്തെ പ്രതികരണമാണ്. എന്നെയും ക്ഷണിച്ചിരുന്നെങ്കിൽ വരുമായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്, യോഗി ആദിത്യനാഥിനെ കത്ത് കിട്ടിയതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ വന്നേനെ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിന്റെ കൂടുതലാണ് ഞാൻ കൂട്ടിച്ചേർത്തത്. ആ പ്രതികരണത്തിൽ നിങ്ങൾ കാണിച്ച പ്രതികരണം അല്ലെങ്കിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞതിന്റെ മറുവശവും കൂടിയാണ് ഞാൻ ചേർത്തത്. എന്തുകൊണ്ട് അദ്ദേഹം അവിടെ പങ്കെടുക്കും എന്നുള്ളതിന്റെ ഉത്തരമാണ് കേട്ടത്. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ശരി, പറഞ്ഞാൽ മതി, അവിടെ ഉണ്ടാവും, റിപ്പോർട്ടറിന്റെ ആർക്കീവ്സിൽ ഉണ്ടാവും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.